ടി വി പ്രസാദ് കൂടിയുണ്ട്. പ്രസാദ്, ഇതിൽ ASP കുറിപ്പ് നടത്തിയത് ഗുരുതര ചട്ടലംഘനമാണ് എന്നതാണ് ദേവസ്വം വിജിലൻസ് കൃത്യമായി കണ്ടെത്തുന്നത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും അക്കാര്യങ്ങൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്ന നിഗമനത്തിൽ അതിൽ ASP കുറിപ്പിന്റെ റോൾ എന്താ എന്നതുകൂടി നിർണായകമാണ്. സ്വർണ്ണ ബിസ്ക്കറ്റുകളും സ്വർണ്ണ നാണയങ്ങളും ഒക്കെ ആയിട്ടാണ് അയാൾ വ്യക്തിപരമായി സംഭാവന സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് കണ്ടെത്തൽ. അതന്നെയാണ് വിനീത. ഇടപെടൽ ഇതിൽ അഭിഭാഷക കമ്മീഷനായ അഡ്വക്കേറ്റ് ASP കുറുപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ അഭിഭാഷക കമ്മീഷനായി കോടതി നിയമിക്കുക എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വസ്തുതർക്കത്തിലും മറ്റു കാര്യങ്ങളിലും എല്ലാം കാണാറുണ്ട്. അതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ ഒരാളെ ചുമതലയേൽപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയാണ് ശബരിമലയിലെ കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് ASP കുറുപ്പിനെ ഹൈക്കോടതി നിയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെ നിയോഗിച്ചതിന് ശേഷം ASP കുറുപ്പ് ഇതിനെല്ലാം നേതൃത്വം നൽകി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിൽ ആകെ വേണ്ടി വന്ന സ്വർണത്തിൽ 9.161 കിലോഗ്രാം സ്വർണം പർച്ചേസ് ഫ്രം ദ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ആസ് സ്റ്റേറ്റഡ് എബവ് എന്നാണ് ഈ റിപ്പോർട്ടിലെ 12ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്. അതിൽ പറയുന്നത് വിനീത, ഇതിൽ ഗുരുതരമായ ഒരു കുറ്റമുള്ളത് അത് പറയാം. അതായത് മിസ്റ്റർ സുരേഷ് ഗോപി ആൻഡ് ദ നമ്പർ ഓഫ് സിനി ആർട്ടിസ്റ്റ്, businessmen and similar devotees came forward to dedicate an additional 412.010 grams of pure gold also so as to paste and polish the same upon the Vajivahanam and the Ashadik Palagar in addition to the 12 layer of the gold plating as estimated and dedicated earlier. അതായത് ഇതിലാകെ പറയുന്ന പേര് സുരേഷ് ഗോപിയുടേത് മാത്രമാണ്. സുരേഷ് ഗോപി എത്ര സ്വർണം കൊടുത്തു എന്ന് പറയുന്നില്ല. ഒരുപാട് സിനി ആർട്ടിസ്റ്റുകൾ സ്വർണം കൊടുത്തു എന്ന് പറയുന്നു. അവരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. അവർ കൊടുക്കുന്ന സ്വർണത്തിന്റെ അളവ് അവിടെ കൃത്യമായി രേഖപ്പെടുത്തണം എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. ആകെ 412 ഗ്രാം എന്ന് പറഞ്ഞാൽ പോരാ, ആരൊക്കെ എത്രയൊക്കെ നൽകി എന്നുള്ളതിൻ്റെ റെസിപ്റ്റ് കൊടുക്കണം. കാരണം ഇത് ദേവസ്വം ബോർഡിൻ്റെ സ്വത്തിലേക്ക് പോകേണ്ടതാണ്, ഇത് ശബരിമലയിലെ സ്വത്തിലേക്ക് പോകേണ്ടതാണ്. അഭിഭാഷക കമ്മീഷനായി ഒരു ASP കുറിപ്പ് നിയോഗിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് തോന്നിയതുപോലെ സ്വർണം വാങ്ങിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ മാനുവലിലും ചട്ടങ്ങളിലും ഉള്ളത്. അതിൻ്റെ ലംഘനം കൂടിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കേവലം സുരേഷ് ഗോപിയുടെ മാത്രം പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് സിനി ആർട്ടിസ്റ്റുകളും വ്യാപാരികളും വ്യവസായികളും ബിസിനസ്സുകാരെല്ലാം സ്വർണം സംഭാവന ചെയ്തു എന്ന് പറയുമ്പോൾ വിനീത, അതെത്രയാണ് നൽകിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ തിരിച്ചൊരു ചോദ്യം ഇത് കാണുന്നവർക്കും ചോദിക്കാനുണ്ടാകും. അങ്ങനെയാണെങ്കിൽ വിനീത, ഇത് 412 ഗ്രാം തന്നെയാണോ എന്നതിന് എന്താണ് ഉറപ്പ് എന്നുള്ളതാണ് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്. ഇതിൽ ക്രമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി അന്നത്തെ അഭിഭാഷക കമ്മീഷനായി നിയോഗിച്ച അഡ്വക്കേറ്റ് ASP കുറുപ്പിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത നിയമലംഘനം ഉണ്ടായി എന്നതിൻ്റെ സൂചനകളിലേക്കാണ് ഈ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്ന ആ വിഷ്വലും വെക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന. നേരത്തെ റഹീസ് വിശദീകരിച്ചതുപോലെ ഇതിൽ പങ്കെടുത്ത സിനിമാ നടന്മാർ അതല്ലെങ്കിൽ മറ്റ് പ്രമുഖരായ ആളുകൾ ഇവരൊന്നും ഏതെങ്കിലും രീതിയിലുള്ള തട്ടിപ്പിന് കൂട്ടുനിന്നവരല്ല. പകരം ഇവർ കൊടുത്ത സ്വർണത്തിന്റെ അളവ് പോലും അവിടെ രേഖപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനീത, ശരി. ടി വി പ്രസാദ്.